അച്ഛാ, ഇപ്പം ഈ പിരിയുന്ന ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ പിരിയുന്ന സമയങ്ങളിൽ അവർ ഇപ്പം ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും അവരവരുടെ വഴിക്ക് പോവുകയാണ്, മക്കൾ ആരെങ്കിലും ഒരാളുടെ കൂടെ വരികയാണ്. അപ്പം അങ്ങനെ സിംഗിൾ പേരൻറ്റിൻ്റെ കൂടെ വളരുന്ന കുട്ടികൾക്ക് കൂടുതൽ സ്ട്രെസ്സുണ്ട്, മറ്റു കുട്ടികളെക്കാളും അവർ ബുദ്ധിമുട്ടിലാണെന്നുള്ള ഒരു ഒബ്സർവേഷൻ എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും അത് ധാരാളം, വളരെ വ്യക്തമല്ലേ അത്. കാരണം ഒരു ഇൻ്റഗ്രൽ ഗ്രോത്തിന് ഇവരുടെ രണ്ട് പേരുടെയും സ്നേഹവും ലാളനയും ശിക്ഷണവും ശിക്ഷയും ഇതെല്ലാം ആവശ്യമാണ് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക്. അത് ആ നിർണായക ഘട്ടത്തിൽ കിട്ടിയെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞിൻ്റെ വളർച്ച ശരിക്കൊരു പൊതുസമൂഹത്തിൻ്റെ നല്ലൊരു വ്യക്തിത്വമായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ സഭയ്ക്കും സമൂഹത്തിനും വളർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സഡൻ ഷോക്കല്ലേ ഇത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. അല്ലെ കുറച്ച് നാൾ ഒരാളുടെ കൂടെ, അടുത്ത ആഴ്ച മറ്റൊരാളുടെ കൂടെ. ഈ അവസ്ഥയിലൊക്കെ നമ്മുടെ എത്ര കുട്ടികൾ അവരുടെ വളർച്ച മുരടിക്കുന്നു, ജീവിതം തന്നെ ഇരുട്ട് കയറി പോകുന്നു, ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികൾ വേറെ പല വഴിയിലേക്കും തിരിയുന്നുണ്ട്. അത് നമ്മുടെ മുമ്പിൽ വളരെ എന്നാ പറയുക, പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഒരു കാര്യമാണത്. അപ്പോൾ നമ്മൾ ആരെ കുറ്റപ്പെടുത്തുന്നതിനകത്ത്?